الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله മഹാനായ താബിഈ മുസ്ലിം ഇബ്നു യസാർ റഹിമഹുല്ലാ അബു അബ്ദില്ലാ മുസ്ലിം ഇബ്നു യസാർ അൽ ബസ്രി റഹിമഹുല്ലാ വഫാത്താകുന്നത് ഹിജ്റ 100-ലാണ്. അദ്ദേഹം പറയാണ്, ഇഅ്മൽ അമല റജുലിൻ യഅലമു അന്നഹു ലാ യുൻജീഹി ഇല്ലാ അമലുഹു വതവക്കൽ തവക്കുല റജുലിൻ യഅലമു അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബ അല്ലാഹു ലഹു. എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഇഅ്മൽ അമല റജുലിൻ, ഒരാൾ പ്രവർത്തിക്കുന്നത് പോലെ നീ പ്രവർത്തിക്കുക. എങ്ങനെയുള്ള ഒരാളാണ്? യഅലമു, അയാൾ മനസ്സിലാക്കുന്നു, അന്നഹു ലാ യുൻജീഹി ഇല്ലാ അമലുഹു, അദ്ദേഹത്തെ അയാളുടെ അമലല്ലാതെ രക്ഷപ്പെടുത്തുകയില്ല. നാളെ പരലോകത്ത് അവന് രക്ഷയേകുന്ന കാര്യം അവൻ ചെയ്യുന്ന അമലുൻ സാലിഹ്, സൽക്കർമ്മം മാത്രമായിരിക്കും എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാൾ പ്രവർത്തിക്കുന്നത് പോലെ നീ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ വതവക്കൽ തവക്കുല റജുലിൻ, ഒരാൾ തവക്കുലാക്കുന്നത് പോലെ നീ തവക്കുലാക്കുക. എന്താണ് അയാൾ? യഅലമു അന്നഹു ലാ യുസീബുഹു, അയാൾ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് ബാധിക്കുകയില്ല, അദ്ദേഹത്തിന് ലഭിക്കുകയില്ല ഇല്ലാ മാ കതബ അല്ലാഹു ലഹു, അല്ലാഹു തആല എന്താണോ രേഖപ്പെടുത്തിയിട്ടുള്ളത്, അല്ലാഹു തആല എന്താണോ നിശ്ചയിച്ചിട്ടുള്ളത് അത് മാത്രമേ തന്നെ ബാധിക്കുകയുള്ളൂ, തനിക്ക് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അല്ലാഹുൽ ഭരമേൽപ്പിക്കുന്ന ഒരാൾ ഭരമേൽപ്പിക്കുന്നത് പോലെ നീ ഭരമേൽപ്പിക്കുക എന്നാണ് മുസ്ലിം ഇബ്നു യസാർ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. മഹത്തരമായ 2 ഉപദേശങ്ങളാണ്. ഒന്ന്, ഒരാൾ മനസ്സിലാക്കുന്നു തൻ്റെ അമലുൻ സാലിഹ്, സൽക്കർമ്മമല്ലാതെ നാളെ പരലോകത്ത് തനിക്ക് രക്ഷയായി ഉണ്ടാവുകയില്ല. തൻ്റെ കുടുംബ മഹിമയോ തറവാടോ മറ്റു സ്ഥാനമാനങ്ങളോ സമ്പത്തോ ഒന്നും എനിക്ക് നാളെ പരലോകത്ത് രക്ഷയേകുകയില്ല. എനിക്ക് രക്ഷയേകുന്നത് ഞാൻ ചെയ്ത, അള്ളാഹുവിൻ്റെ വജൂദ്ദേശിച്ചുകൊണ്ട് ഞാൻ ചെയ്ത അമലുൻ സാലിഹ് മാത്രമായിരിക്കും എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനെ പോലെ നീ പ്രവർത്തിക്കുക. അങ്ങനെയുള്ളയാൾ എന്തായിരിക്കും? അദ്ദേഹം നാളെ പരലോകത്ത് എനിക്ക് രക്ഷ നൽകുന്ന കാര്യം സൽക്കർമ്മം മാത്രമായിരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും. അത് മാത്രമേ നാളെ രക്ഷയേകുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ കൂടുതൽ സൽക്കർമ്മം ചെയ്യും. അതുപോലെ നീയും സൽക്കർമ്മങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരാൾ തവക്കുലാക്കുന്നത് പോലെ നീയും തവക്കുലാക്കുക. എന്താണ് അയാളുടെ പ്രത്യേകത? എനിക്ക് അള്ളാഹു നിശ്ചയിച്ചതേ, അള്ളാഹു വിധിച്ചതേ സംഭവിക്കൂ, അതിനപ്പുറത്ത് എനിക്കൊന്നും ബാധിക്കുകയില്ല, എനിക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു എനിക്ക് എത്രയാണോ വിധിച്ചത് അത് സംഭവിക്കുക തന്നെ ചെയ്യും, അതിനപ്പുറത്തൊന്നും എനിക്ക് സംഭവിക്കുകയില്ല എന്ന് മനസ്സിലാക്കി അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്നവനെ പോലെ നീ ഭരമേൽപ്പിക്കുക എന്നാണ് മുസ്ലിം ഇബ്നു യസാർ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. മഹത്തരമായ 2 ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, പാലിക്കുക. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. നമ്മൾക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ അമലുൻ സാലിഹ്, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇഖ്ലാസോടുകൂടി ഇത്തിബാഅോടുകൂടി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.